കാലി കുരുവോ? എന്താണ് അവിടെ നിന്ന് പറഞ്ഞ? വാ, ആ ചുറ്റിക്ക് അവന്റെ കൊടുക്ക്. നീ പോയി ഫർണിച്ചർ എടുത്ത് നോക്കിയാൽ സഹായിക്കും. നിക്കണ അവിടെ. നിന്നോടല്ല, നീ പോ. നീ ഇങ്ങോട്ട് പോന്നു. ഫർണിച്ചർ എടുത്ത് വെക്കാൻ ഫർണിച്ചർ തൊട്ട് പോരുത്. കോണി കയറി ആവശ്യമില്ലാത്ത ആണിയൊക്കെ പറിച്ചോളാം. പോ. ആവശ്യമുള്ളതാണ് ആവശ്യമില്ലാത്താണ് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? നീ പറിക്കുന്നതൊക്കെ ആവശ്യമില്ലാത്തായിരിക്കും. പോയി പറയടാ. നീ അങ്ങോട്ട് പോണു. ആണി പറിക്കേ? ആണി പറിക്കണ്ട. നീ എന്തിനാ ഇറങ്ങി വരുന്നത്? ആണി പറിക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഇവനോടല്ലേ പറഞ്ഞത്. പോയി പറ. നാശങ്ങൾ. അരവിന്ദൻ ദർബാർ ഹാളി പണിയുന്നുണ്ട്. അവൻ എന്തെങ്കിലും സാധനം തല്ലി പൊട്ടിക്കുന്നുണ്ടോ പോയി നോക്കുമ്പോ അപ്രശിഞ്ഞ. എന്നാ നീ ഭിത്തി ഒരച്ച് കഴിയും. ആഹാ, അയ്യോ, ഭിത്തിക്ക് നോവും. ശക്തിയാക്കി തേച്ചൊരച്ച് കഴുകട കഴുതേ. അയ്യോ, എന്ത് പറ്റി? ചുറ്റിക്ക് തലേ വീണു. അയ്യോ, ബോധം പോകുന്ന സന്തോഷം. നീ വെള്ളം എടുക്ക്. അയ്യോ, അത് അഴിച്ചോളാം. ഞാൻ നല്ല വെള്ളം കൊണ്ടുവരാം. ഇളയപ്പന്റെ തലയെ ചുറ്റിക വീണു. ജീവിക്കാൻ സമ്മതിക്കില്ലല്ലോ. മതി, ചെയ്തെടുത്തോളം പണിയും സഹായം ഒക്കെ മതി. ഇനി ഇവിടെ നനങ്ങി എല്ലാത്തിന്റെ കൈയും കാലും ഞാൻ പറ്റും. എടാ കുഞ്ഞപ്പ, നോക്കിക്കോണം. ഇനി അവന്മാരോട് നനങ്ങിയാൽ അപ്പൊ എനിക്ക് വരും തരണം. ആ കാര്യം ഞാൻ എത്തി. ഒരച്ചോണ്ട് നോക്കടാ. I love you. ആ പ്രാവ് പിന്നെയും വന്നല്ല. നിക്ക്. പ്രാവ് പിന്നെയും വരും പോവും. നിങ്ങൾ അതിന് കണക്കെടുക്കണ്ട. പോയി പെട്ടി പാക്ക് ചെയ്യടാ. എനിക്ക് തനിച്ചൊന്ന് കാണണം. രാത്രി എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ എന്റെ മുറിയിൽ വരണം. ഞാൻ കാത്തിരിക്കും. ഇവളെന്താ ഇങ്ങനെ? നാളെ ഇവളുടെ കല്യാണം നിശ്ചയമല്ലേ? അത് കൊട്ടാരത്തിലുള്ളവർ ആലോചിക്കുന്നതല്ലേ. അവളുടെ സമ്മതമില്ലാതെ അതങ്ങനെ നടക്കും. അവളുടെ നിശ്ചയം അവൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഇന്ന് രാത്രി ഇവനുമായിട്ട് അവളുടെ മുറിയിൽ. നമസ്കാരം. വരൂ. പ്ലീസ് കം. നമസ്കാരം. വരൂ. അവളുടെ ഈ ചിരി സന്തോഷവും ഒക്കെ കണ്ടിട്ട് അവൾക്ക് നിന്നോട് എന്തെങ്കിലും ഇഷ്ടമുണ്ടെന്നോ ഈ കല്യാണത്തിന് എന്തെങ്കിലും ഇഷ്ടക്കേടുണ്ടെന്നോ എനിക്ക് തോന്നില്ല. പിന്നെ ഇവനോട് എന്തിനാ മുറി ചെല്ലാൻ പറഞ്ഞിരിക്കുന്നത് രാത്രി? അരവിന്ദ, ഒന്നുകിൽ അവൾ നിന്നെ വിഡ്ഢിയാക്കുകയാണ്, അല്ലെങ്കിൽ അവൾ ഒരു ചീത്ത സ്വഭാവക്കാരി പെണ്ണാണ്. രണ്ടാമത് പറഞ്ഞതാകാനാണ് ചാൻസ്. ചിലപ്പോ ഇന്ന് രാത്രി ഇവനുമായി സംസാരിച്ചിട്ട് നാളത്തെ വിവാഹ നിശ്ചയം വേണ്ടെന്ന് വെക്കാനാണെങ്കിലോ? ഒന്ന് പോടാ കഴുതേ. അവൾക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല. അവളുടെ ഉദ്ദേശം ചീത്തയാണ്. അവൾ പ്രശ്നവുമാണ്. അതിന് നമ്മൾ തമ്മിൽ തർക്കിക്കുന്ന എന്തിന്? എന്തായാലും ഇന്ന് രാത്രി ഞാൻ അവളുടെ മുറിയിൽ ചെല്ലുമ്പോൾ അറിയാലോ അവളുടെ ഉദ്ദേശം ചീത്തയാണോ നല്ലതാണോന്ന്. എവിടെ? നീ ഇന്ന് രാത്രി ഒരുത്തിയുടെ മുറി പോത്തില്ല. ഞാൻ ഒട്ടും വിടുകയില്ല. നിനക്കെന്താണ് പ്രശ്നം? അവള് വിളിച്ചതെന്തിനാണ്? ഇവൻ പോയി അറിഞ്ഞിട്ട് വരട്ടടാ. ഒരു വീക്ക് ഞാൻ വെച്ചെന്നുണ്ടല്ലോ. നീ ഒറ്റ ഒരുത്തനാ പറഞ്ഞ് ഈ വിഷം മുഴുക്ക ഇവന്റെ മനസ്സിൽ കുത്തിവെക്കുന്നത്. അരവിന്ദ, നീ കിടന്നുറങ്ങാൻ നോക്ക്.
കാത്തിരുന്ന് ഉറങ്ങിപ്പോയി. അതെങ്കിൽ സമയം കളയണ്ട വാ. ഏയ്, നീ ഇതെങ്ങോട്ടാ? അല്ല ഞാനും നീ ഇവിടെ നിന്നാ മതി. എന്നിട്ടേ ആരെങ്കിലും വരുന്നുണ്ടെങ്കിലേ കുരുവി കരയണത് പോലെ ഇങ്ങനൊരു സിഗ്നൽ തന്നാ മതി. ഞാൻ ഓടി രക്ഷപ്പെട്ടോളാം. ഓക്കെ. എവിടെ എവിടെ ഒന്ന് കരഞ്ഞേ. കുരുവി കരയുന്നില്ല, അത് ഞാൻ ഏറ്റു. ഓക്കെ ഓക്കെ. ഒരുത്തൻ ഇങ്ങോട്ട് ഓടിയിട്ടുണ്ട്. എന്റെ ഈശോയെ, ഭൂമി വിളിക്കാം.